പണയ സ്വർണ്ണ തട്ടിപ്പ്. അമ്പലപ്പുഴയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരികളും സഹായിയും പിടിയിൽ. പണയ സ്വർണ്ണത്തിൽ തട്ടിപ്പ് നടത്തിയ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരികളും സഹായിയും പിടിയിൽ. സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ മുളമൂട്ടിൽ ഫിനാൻസിയേഴ്സിന്റെ പുറക്കാട് ശാഖയിൽ നിന്നും പണയ സ്വർണ്ണത്തിൽ തിരിമറി നടത്തി 14 ലക്ഷത്തിൽ പരം രൂപ തട്ടിപ്പ് നടത്തിയതും കൂടാതെ ക്യാഷ് ചെസ്റ്റിൽ സൂക്ഷിച്ചിരുന്ന 50,000 രൂപ എടുക്കുകയും ചെയ്ത കേസിൽ പുറക്കാട് സ്വദേശികളും ഫൈനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരികളുമായ പുറക്കാട് പഞ്ചായത്ത് 17-ാം വാർഡിൽ തെക്കൻ കണിച്ചുകുളങ്ങര അമ്പലത്തിന് തെക്ക് വശം ഇല്യാസ് പറമ്പ് വീട്ടിൽ സുബലന്റെ ഭാര്യ ബിന്ദു, പുറക്കാട് പഞ്ചായത്ത് 15-ാം വാർഡിൽ അണ്ണായിമഠം സ്കൂളിന് സമീപം കാരിക്കാപ്പറമ്പ് വീട്ടിൽ അനിൽകുമാറിന്റെ ഭാര്യ സുൽഫിയ ഹസൻ, അയൽവാസിയും സഹായിയുമായ പുറക്കാട് പഞ്ചായത്തിൽ 15-ാം വാർഡിൽ അണ്ണായിമഠം സ്കൂളിന് സമീപം മൂരിപ്പാറ വീട്ടിൽ പ്രസാദിന്റെ ഭാര്യ മായ എന്നിവരെയാണ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. പുറക്കാട് മുളമൂട്ടിൽ ഫിനാൻസിയേഴ്സിൽ ജീവനക്കാരായ പ്രതികളും സുഹൃത്തും സഹായിയുമായ മായയുടെ സഹായത്താൽ പലരുടെ പേരിലായി 23 പവനോളം സ്വർണം പലപ്പോഴായി പണയം വെച്ച് 14 ലക്ഷത്തോളം രൂപ എടുത്ത ശേഷം ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പിന്നീട് എടുത്തു വിൽക്കുകയും തിരിമറി നടത്തുകയും ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. എല്ലാ മാസവും 15 ദിവസം കഴിയുമ്പോൾ ഓഡിറ്റ് നടത്തുന്ന ബാങ്കിൽ ജനുവരി 11-ാം തീയതി നടത്തിയ ഓഡിറ്റിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൽ നിന്നും 9 പാക്കറ്റ് സ്വർണ്ണമാണ് പ്രതികൾ ചേർന്ന ലോക്കറിൽ നിന്നും എടുത്തുകൊണ്ടുപോയി തിരിമറി നടത്തിയത്. ജനുവരി 22-ാം തീയതി സർപ്രൈസ് ഓഡിറ്റിന് ഓഡിറ്ററും അപ്രൈസറും എത്തിയ സമയം ബാങ്കിന്റെ ചാർജ് ഉണ്ടായിരുന്ന 1-ാം പ്രതി ലോക്കറിന്റെ താക്കോൽ നൽകാതെ മുങ്ങുകയായിരുന്നു. ആ സമയത്ത് പണമിടപാട് സ്ഥാപനത്തിലെത്തിയ ഓഡിറ്റർക്ക് ആദ്യം സംശയമൊന്നും തോന്നാത്തത് കാരണം ആദ്യം പരാതിയൊന്നും നൽകിയില്ല. തുടർന്ന് 1-ാം പ്രതിയായ ബിന്ദുവിനെ കാണാനില്ലെന്ന മകളുടെ പരാതിയിന്മേൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് സംശയം തോന്നിയ ജീവനക്കാർ സ്വർണ്ണപ്പണയം പരിശോധിക്കുകയും സ്വർണ്ണ പാക്കറ്റിന്റെ അളവിൽ കുറവ് കണ്ടെത്തുകയുമായിരുന്നു. കൂടാതെ ക്യാഷ് ചെസ്റ്റിൽ സൂക്ഷിച്ചിരുന്ന 50,000-ത്തോളം രൂപയും കാണാതായതിനെ തുടർന്നാണ് തട്ടിപ്പ് സംബന്ധിച്ച പരാതി അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 1-ാം പ്രതി ബിന്ദുവിന്റെ ഫോണിന്റെ ലൊക്കേഷൻ പുറക്കാട് ഭാഗത്തു നിന്നാണെന്ന് കണ്ടെത്തി. അന്വേഷണത്തിൽ പോലീസിനെ കബളിപ്പിക്കുന്നതിനായി മൊബൈൽ ഫോൺ വീടിന്റെ പരിസരത്തുള്ള ഒരു ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചു പോയതാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രതി ഒരു സ്ത്രീയുടെ കൂടെ സ്കൂട്ടറിൽ കയറി പോകുന്നതായി കണ്ടിരുന്നു. ആ സ്ത്രീയെ കണ്ട് ചോദ്യം ചെയ്തപ്പോൾ തമിഴ്നാട്ടിലെ സേലത്തെവിടെയോ ജോലി ശരിയായിട്ടുണ്ടെന്നും അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞതായി അറിഞ്ഞു. ഇവർ ആലപ്പുഴ ST കോളേജിന് സമീപത്തു നിന്നും കോയമ്പത്തൂരിലേക്കുള്ള KSRTC സൂപ്പർഫാസ്റ്റിൽ കയറി പോവുകയായിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബസ് കണ്ടെത്തുകയും ബസ്സിലെ CCTV ദൃശ്യങ്ങളും ടിക്കറ്റും പരിശോധിച്ച് 1-ാം പ്രതിയായ ബിന്ദു തൃശ്ശൂരിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് തൃശ്ശൂരിൽ ഇറങ്ങിയതായി കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോടുള്ള പുതിയാപ്പ എന്ന സ്ഥലത്തു നിന്നും ഇവരെ കണ്ടെത്തി. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് മറ്റ് 2 പ്രതികളുടെ പങ്കുകൂടി വെളിവായത്. തുടർന്ന് 3 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് അമ്പലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും കോടതി പ്രതികളെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അമ്പലപ്പുഴ DYSP KN രാജേഷിന്റെ മേൽനോട്ടത്തിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ M-ന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് സബ് ഇൻസ്പെക്ടർമാരായ മധു V, ഷാജി AL, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് കുമാർ, വിഷ്ണു G, ജോസഫ്, ജോയി V, വനിതാ സിവിൽ ഓഫീസർ ഗാർഗിയം എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.